ഓം ശാന്തി 18/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഈ സമയം നിങ്ങളുടെ ഈ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. കാരണം നിങ്ങൾ പരിധിയുള്ളതിൽ നിന്ന് മാറി പരിധി ഇല്ലാത്തതിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ജഗത്തിൻ്റെ മംഗളം ചെയ്യുന്നവരാണ്. സാമൂഹിക പ്രവർത്തകരിൽ അവരവരുടെ നാടിൻ്റെയും ഗ്രാമത്തിൻ്റെയും നന്മ ചെയ്യുന്നവരുണ്ട്. അവരവരുടെ സംസ്ഥാനത്ത് നന്മ ചെയ്യുന്നവരുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. ചിലർ രാജ്യത്തിൻ്റെയും സേവനം ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ വിശ്വത്തിൻ്റെ തന്നെ സേവനം ചെയ്യുന്നവർ വളരെ വിരളമാണ്. അവരുടെ പ്രവൃത്തിയിലൂടെ മുഴുവൻ വിശ്വത്തിലുള്ളവർക്കും ശാന്തിയും സമാധാനവും കിട്ടുക, എന്തെങ്കിലും കംഫർട്ട് കിട്ടുക എന്നത് വളരെ വളരെ വിരളമായ കാര്യമാണ്. എന്നാൽ ബാബ ഇന്ന് നമ്മൾ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ മുഴുവൻ വിശ്വത്തിനും മംഗളം ചെയ്യുന്നവരാണ്. ആധ്യാത്മിക സേവനവും സാമൂഹിക സേവനവും എല്ലാ തരത്തിലുള്ള സേവനവും നാം ചെയ്യുന്നവരാണ്. നാം നമ്മുടെ വീട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാം പരിധികളിൽ നിന്ന് ഉപരിയായി പരിധിയില്ലാത്ത ലോകത്തിൻ്റെ തന്നെ സേവനം ചെയ്യുന്നു. അതിനാൽ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ അമൂല്യരായ ആത്മാക്കളാണ്, വിലപ്പെട്ട ആത്മാക്കളാണ്. നമ്മളുടെ ഈ ജീവിതം, ഈ സംഗമയുഗത്തിലെ ജീവിതം പ്രത്യേകിച്ചും വളരെ വളരെ അമൂല്യമാണ്. ചോദ്യം: ബാബയുടെ സമ്പത്തിന് അധികാരം ഏതു പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തമാക്കാനുള്ളതാണ്? ഉത്തരം: സദാ സാഹോദര്യ ദൃഷ്ടി ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷൻ എന്നുള്ള ബോധം മാറണം. അപ്പോൾ ബാബയുടെ സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരം പ്രാപ്തമാകും. എന്നാൽ സ്ത്രീ പുരുഷൻ്റെ ബോധം അല്ലെങ്കിൽ ഈ ദൃഷ്ടി മാറ്റുക എന്നത് വളരെ പാടുള്ളതാണ്. ഇതിനായി ആത്മ അഭിമാനി ആകുന്നതിനുള്ള അഭ്യാസം ആവശ്യമാണ്. എപ്പോൾ ബാബയുടെ കുട്ടിയാകുമോ അപ്പോൾ സമ്പത്ത് ലഭിക്കും. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സതോപ്രധാനമാകുന്നവർ തന്നെയാണ് മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് പ്രാപ്തമാക്കുന്നത്. ബാബ മുഴുവൻ ലോകത്തിൻ്റെയും അധികാരിയാണ്. മുഴുവൻ ലോകം എന്നുദ്ദേശിക്കുന്നത് മുഴുവൻ ലോകത്തിലെ ആത്മാക്കളുടെയും സമയത്തിൻ്റെയും പ്രകൃതിയുടെയും ബാബ അധികാരിയാണ്. അങ്ങനെയുള്ള ബാബയിൽ നിന്ന് എല്ലാ സമ്പത്തിനും അധികാരം ഏത് കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്? അതായത് സമയത്തിനു മേലും മറ്റാത്മാക്കളുടെ മേലും അതുപോലെ തന്നെ പ്രകൃതിയുടെ മേലും അധികാരം എങ്ങനെ പ്രാപ്തമാക്കുന്നു? ബാബ പറയുന്നു, ആർക്കാണോ സദാ സാഹോദര്യത്തിൻ്റെ ദൃഷ്ടിയുള്ളത് അവർക്കാണ് എല്ലാ സമ്പത്തും ലഭിക്കുന്നത്. ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് എന്നുള്ള ദേഹബോധത്തിൽ നിന്ന് പൂർണ്ണമായും മാറണം. എന്നാൽ മാത്രമാണ് സമ്പത്തിന് യോഗ്യരായി തീരുന്നത്. എന്നാൽ ഈ സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ള ശരീരബോധം മാറ്റുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ശരീരബോധമുണ്ടാകുമോ അത്രയും തന്നെ അത് സ്മൃതിയിലുമുണ്ടാകും, വൃത്തിയിലുമുണ്ടാകും, ദൃഷ്ടിയിലുമുണ്ടാകും, കൃതിയിലും ഉണ്ടാകും. ഇതിനാണ് ആത്മ അഭിമാനിയാകുന്നതിന് അഭ്യാസം വേണം എന്ന് പറയുന്നത്. ഞാൻ ആത്മാവാണെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കും, എന്ത് സ്മൃതിയിൽ വയ്ക്കും, അതായത് എന്ത് ഓർമ്മിക്കും, എങ്ങനെയാണ് ലോകത്തിൽ മറ്റുള്ളവരെ കാണുക, ഏത് ആധാരത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക, അതായത് മനോഭാവം എങ്ങനെ മാറ്റിയെടുക്കും, ഇതെല്ലാം നാം നോക്കണം. ഇതിനാണ് ആത്മാഭിമാനി ആകുക എന്നത് അഭ്യസിക്കണമെന്ന് ബാബ പറയുന്നത്. ബാബയുടെ കുട്ടിയാകുന്നതിലൂടെ സമ്പത്തിന് അധികാരിയാകും. എന്നാൽ
ബാബയെ തന്നെ ഓർമ്മിച്ച് സതോപ്രധാനമാകുന്നവർക്കാണ് മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് ലഭിക്കുന്നത്. എല്ലാ ആത്മാക്കൾക്കും മുക്തി ലഭിക്കുന്നു. ജീവൻ മുക്തി വളരെ കുറച്ച് ആത്മാക്കൾ ആരാണോ സത്യയുഗത്തിൽ വരുന്നത് അവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്കും അല്പസമയത്തേക്ക് തീർച്ചയായും ലഭിക്കുന്നു. അവർ ശരീരത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ അവർക്ക് ജീവൻ മുക്തിയുടെ അനുഭവം ഉണ്ടാകും. എന്നാൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ സ്വർഗത്തിൽ ജീവൻ മുക്തി വളരെ നന്നായി പകുതി കൽപ്പത്തോളം അനുഭവിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അധികാരം ലഭിക്കുക എന്നത്, അതായത് മുക്തിയിലും ജീവൻ മുക്തിയിലും ഏറ്റവും ഉയർന്ന പദവി ലഭിക്കുന്നതിന് നാം ആത്മാക്കൾ തീർച്ചയായും സതോപ്രധാനമാകണം. ആത്മാ അഭിമാനിയാകുന്നത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഗീതം അവസാനം ആ ദിനം വന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പവിത്രമാകുന്നതിന് നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. പിന്നെ ബ്രഹ്മബാബയുടെ സന്താനമായി സഹോദരീ സഹോദരങ്ങളാണ്. ഈ ദൃഷ്ടി ഉറപ്പിക്കണം. ആത്മാവും ശരീരവും രണ്ടിനെയും പാവനവും സതോപ്രധാനവുമാക്കണം. ദേഹാഭിമാനം വിടണം. 2. മാസ്റ്റർ നോളജ്ഫുള്ളായി എല്ലാവർക്കും രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിച്ച് ഘോര അന്ധകാരത്തിൽ നിന്ന് മാറ്റണം. നരകവാസിയായ മനുഷ്യരുടെ ആത്മീയ സേവനം ചെയ്ത് സ്വർഗവാസി ആക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. ബ്രഹ്മബാബയുടെ കുട്ടികൾ സഹോദരീ സഹോദരങ്ങളാണ്. ഈ ദൃഷ്ടി വളരെ നന്നായി ഉറപ്പിക്കണം. ആത്മാവിനെയും ശരീരത്തെയും പവിത്രമാക്കി മാറ്റണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നരകത്തിലുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്കുള്ളത് ആക്കിയെടുക്കണം. അതിനായി മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. രചയിതാവിനെക്കുറിച്ചും രചനയുടെയും ജ്ഞാനം കേൾപ്പിച്ച് അവരെ അന്ധകാരത്തിൽ നിന്ന് മാറ്റണം. വരദാനം: മാസ്റ്റർ ജ്ഞാനസാഗരമായി ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന അനുഭവമാകുന്ന രത്നങ്ങൾ കൊണ്ട് സമ്പന്നരായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് അവർ അനുഭവമാകുന്ന രത്നങ്ങളാൽ സമ്പന്നരാകുന്നു. ഒന്നാണ് ജ്ഞാനം കേൾക്കുക, കേൾപ്പിക്കുക. മറ്റൊന്നാണ് അനുഭവി മൂർത്തരാകുക. അനുഭവി സദാ അവിനാശിയും നിർവിഘ്നരുമായിരിക്കും. അവരെ ആർക്കും ഇളക്കാൻ സാധിക്കില്ല. അനുഭവിയുടെ മുന്നിൽ മായയുടെ ഒരു പരിശ്രമവും സഫലമാകില്ല. അനുഭവങ്ങൾ ഒരിക്കലും ചതിക്കില്ല. ഇതിനാൽ അനുഭവങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ഗുണത്തിൻ്റെയും അനുഭവി മൂർത്തരാകൂ. മനനശക്തിയിലൂടെ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ജ്ഞാനം കേൾക്കുക, മനസ്സിലാക്കുക എന്നത് ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ അനുഭവത്തിലേക്ക് വരിക എന്നത് മറ്റൊരു കാര്യമാണ്. ആർക്കാണോ ഇങ്ങനെ അനുഭവമുള്ളത് അവരുടെ ഈ അനുഭവങ്ങൾ അവിനാശിയായിരിക്കും. അതുപോലെ ഈ അനുഭവങ്ങളുടെ ആധാരത്തിൽ അവർ നിർവിഘ്നരുമാകും. അവരെ ആർക്കും ഇളക്കാൻ സാധിക്കില്ല. അവരുടെ മുന്നിൽ മായയുടെ ഒരു പരിശ്രമവും സഫലമാകില്ല. അനുഭവങ്ങൾ ഒരിക്കലും ചതിക്കില്ല. അതിനാൽ ഈ അനുഭവങ്ങൾ വർദ്ധിപ്പിച്ച് അനുഭവി മൂർത്തരാകണം. മനനശക്തിയിലൂടെ ശുദ്ധസങ്കല്പങ്ങൾ ശേഖരിക്കണം. സ്ലോഗൻ: ഫരിഷ്ത എന്നാൽ അവരാണ് ആരാണോ ദേഹത്തിൻ്റെ സൂക്ഷ്മ അഭിമാനത്തിൻ്റെ ബന്ധത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ഓം ശാന്തി.